വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഷോക്ക് ഏൽക്കാറുണ്ട്. എങ്ങനെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും? വൈദ്യുത ഉപകരണങ്ങളിൽ നിന്നും ഷോക്ക് ഏൽക്കാനുള്ള പ്രധാന കാരണം അനുയോജ്യമായ എർത്തിങ് ഇല്ലാത്തതിനാലാണ്. ഫ്രിഡ്ജ് പോലുള്ള ഉപകരണങ്ങൾക്ക് പ്രത്യേക എർത്തിങ് അനിവാര്യമാണ്. ഇസ്തിരിപ്പെട്ടി, ഫ്രിഡ്ജ് തുടങ്ങിയ ലോഹ കവചമുള്ള ഉപകരണങ്ങൾ 3-പിൻ പ്ലഗ് വഴി മാത്രമേ വൈദ്യുതിയുമായി ബന്ധിപ്പിക്കാവൂ. എന്തെങ്കിലും കാരണവശാൽ വൈദ്യുതി ലീക്കായി ലോഹ കവചത്തിലെത്തിയാൽ മൂന്നാമത്തെ പിൻ വഴി എർത്താവും. ഫ്യൂസ് പോകുന്നതിലൂടെയോ MCB ട്രിപ്പാവുന്നതിലൂടെയോ സുരക്ഷ ഉറപ്പാക്കാം. റബ്ബർ റോഡ് ഉപയോഗിച്ച് കുറഞ്ഞത് 1.5 മീറ്റർ താഴ്ചയിലെങ്കിലും പൈപ്പിലൂടെ എർത്ത് ചെയ്യണം. എല്ലാ വൈദ്യുത ഉപകരണങ്ങൾക്കും ഡബിൾ എർത്തിങ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. വീട്ടിൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അഥവാ മെയിൻ സ്വിച്ച് ബ്രേക്കർ സ്ഥാപിക്കുന്നതിലൂടെ ഷോക്ക് ഏറ്റുള്ള അപകടങ്ങൾ ഒഴിവാക്കാം. കുട്ടികൾക്ക് കയ്യെത്തുന്ന സ്ഥലങ്ങളിൽ സ്വിച്ച് ബോർഡ്, ബൾബ് എന്നിവ ഒഴിവാക്കാം. വൈദ്യുതാഘാതമുണ്ടായാൽ ആദ്യ പരിഗണന ആളെ രക്ഷപ്പെടുത്തുന്നതിനായിരിക്കണം. അതിനായി ഉടനടി സ്വിച്ച് ഓഫ് ചെയ്തോ, ഫ്യൂസ് ഊരിയോ, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. ഇതൊന്നും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വൈദ്യുതവാഹിയല്ലാത്ത ഉണങ്ങിയ പലക, വടി, ചൂരൽ, PVC പൈപ്പ് എന്നിവ ഉപയോഗിച്ച് ആഘാതമേറ്റയാളെ ആ ഉപകരണത്തിൽ നിന്ന് ഉപകരണം മാറ്റുകയോ ചെയ്യാം. വൈദ്യുത പ്രവാഹം നിലച്ചുവെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ആളെ സ്പർശിക്കുക. ആളുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് പൊള്ളലോ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കി വൈദ്യസഹായം തേടുക. ആള് ഗുരുതരാവസ്ഥയിലാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി തന്നെ CPR നൽകുന്നത് ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. വൈദ്യുത ഉപകരണങ്ങൾ കരുതലോടെ ഉപയോഗിക്കുക.